ഇന്ന് ദിവസം 228. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 5, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 33, സുഭാഷിതങ്ങൾ അധ്യായം 14, 21 മുതൽ 24 വരെ വാക്യങ്ങൾ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 5. ജെറുസലേമിൻ്റെ പാപം. ജെറുസലേമിൻ്റെ തെരുവേദികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക, പൊതുസ്ഥലങ്ങൾ പരിശോധിക്കുക, നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവനെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കാം. കർത്താവിൻ്റെ നാമത്തിലാണ് ആണയിടുന്നതെങ്കിലും അവർ ചെയ്യുന്നത് കള്ളസത്യമാണ്. കർത്താവെ, അവിടുത്തെ നയനങ്ങൾ തേടുന്നത് സത്യത്തെയല്ലേ? അവിടുന്ന് അവരെ പ്രഹരിച്ചു, അവർക്ക് വേദനിച്ചില്ല. അവരെ ക്ഷയിപ്പിച്ചു, അവർ തെറ്റുതിരുത്താൻ തയ്യാറായില്ല. അവർ തങ്ങളുടെ മുഖങ്ങൾ കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി, മടങ്ങി വരാൻ അവർ കൂട്ടാക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ സാധുക്കളാണ്, ബുദ്ധിയില്ലാത്തവർ. ഇവർക്ക് കർത്താവിൻ്റെ വഴിയും ദൈവത്തിൻ്റെ നിയമവും അറിഞ്ഞുകൂടാ. ഞാൻ മഹാന്മാരെ സമീപിച്ച് സംസാരിക്കും. അവർക്കാണെങ്കിൽ കർത്താവിൻ്റെ വഴി അറിയാം, ദൈവത്തിൻ്റെ നിയമവും അറിയാം. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ തങ്ങളുടെ നുകം തകർത്തിരുന്നു, കെട്ടുകൾ പൊട്ടിച്ചിരുന്നു. അതുകൊണ്ട് കാട്ടിൽ നിന്ന് സിംഹം വന്ന് അവരെ കൊല്ലും, മരുഭൂമിയിൽ നിന്ന് ചെന്നായ് വന്ന് അവരെ നശിപ്പിക്കും. പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്നു, പുറത്തേക്കിറങ്ങുന്നവനെ അത് പിച്ചി ചീന്തും. എന്തെന്നാൽ അവരുടെ കുറ്റങ്ങൾ നിരവധിയാണ്, അവരുടെ അവിശ്വസ്തത നിസ്സീമമാണ്. ഞാൻ നിന്നോട് എങ്ങനെ ക്ഷമിക്കും? നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു, ദൈവമല്ലാത്ത ദേവന്മാരെ കൊണ്ട് അവർ ആണയിട്ടു. ഞാൻ അവർക്ക് വയറു നിറയെ ഭക്ഷണം നൽകി, അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി. വേശ്യാഗൃഹങ്ങളിൽ അവർ സംഘം ചേർന്നു, തിന്നു മതിച്ച കുതിരകളാണവർ. അയൽക്കാരൻ്റെ ഭാര്യയ്ക്കു വേണ്ടി അവർ ഹേഷാരവം മുഴക്കുന്നു. ഈ പ്രവർത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ? കർത്താവ് ചോദിക്കുന്നു. അവളുടെ മുന്തിരിത്തോട്ടത്തിൽ കടന്ന് നാശം ചെയ്യുവിൻ, എന്നാൽ പാടെ നശിപ്പിക്കരുത്. അവളുടെ കമ്പുകൾ മുറിച്ചു കളയുവിൻ, അവയൊന്നും കർത്താവിൻ്റെതല്ല. ഇസ്രായേൽ ഭവനവും യൂദ ഭവനവും എന്നെ തീർത്തും വഞ്ചിച്ചു, കർത്താവ് അരുളിച്ചെയ്യുന്നു. അവർ കർത്താവിനെ പരിത്യജിച്ചു. അവർ പറഞ്ഞു, അവിടുന്ന് ഒന്നുമല്ല, ഞങ്ങൾക്ക് യാതൊരു തിന്മയും സംഭവിക്കുകയില്ല. യുദ്ധമോ പട്ടിണിയോ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല. പ്രവാചകന്മാർ കാറ്റായിത്തീരും, ദൈവത്തിൻ്റെ വചനം അവരിലില്ല. അവരുടെ ഭീഷണികൾ അവരുടെ മേൽ തന്നെ പതിക്കട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ഭവനമേ, വിദൂരത്തു നിന്ന് ഒരു ജനതയെ നിനക്കെതിരെ ഞാൻ കൊണ്ടുവരുന്നു. അജേയവും പുരാതനവുമായ ഒരു ജനതയാണത്. അവരുടെ ഭാഷ നിനക്കറിഞ്ഞുകൂടാ, അവരുടെ സംസാരം നിനക്ക് മനസ്സിലാവുകയില്ല. അവരുടെ ആവനാഴി മരണം വിതയ്ക്കുന്നു, അവരെല്ലാവരും യുദ്ധവീരന്മാരാണ്. നിന്റെ വിളശേഖരവും ഭക്ഷ്യവസ്തുക്കളും അവർ തിന്നു തീർക്കും. നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ വധിക്കും, നിന്റെ ആടുമാടുകളെ അവർ ഭക്ഷിക്കും. നിന്റെ മുന്തിരിച്ചെടികളും അത്തിമരങ്ങളും അവർ നശിപ്പിക്കും. നിന്റെ ആലംബമായി നീ കരുതുന്ന സുരക്ഷിത നഗരങ്ങളെ അവർ നിലംപരിചാക്കും. എന്നാൽ ആ നാളുകളിൽ പോലും നിന്നെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല, കർത്താവ് അരുളിച്ചെയ്യുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് ഇപ്രകാരമെല്ലാം എന്തിന് ഞങ്ങളോട് ചെയ്തു എന്ന് നിന്റെ ജനം ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം, നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് വെച്ച് എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ശുശ്രൂഷ ചെയ്തു. അതുപോലെ നിങ്ങളുടേതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യർക്ക് ശുശ്രൂഷ ചെയ്യും. യാക്കോബിൻ്റെ ഭവനത്തിൽ ഇത് പ്രഘോഷിക്കുക, യൂദായിൽ ഇത് വിളിച്ചു പറയുക. ഭോഷരും അവിവേകികളുമായ ജനമേ, ശ്രവിക്കുവിൻ. കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെ ഭയമില്ലേ? എൻ്റെ മുൻപിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ? കടലിന് അതിരായി ഞാൻ മണൽ തീര സ്ഥാപിച്ചു, അലംഘ്യമായ അതിർത്തി. തിരകൾ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല, അവ ആർത്തിരമ്പിയാലും അതിനെ മറികടക്കുകയില്ല. എന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം കടുപ്പമേറിയതും ധിക്കാരം നിറഞ്ഞതുമാണ്, അവർ പുറംതിരിഞ്ഞ് പൊയ്ക്കളഞ്ഞു. നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം. അവിടുന്ന് യഥാസമയം മഴ പൊഴിക്കുന്നു, ശരത്കാലവർഷവും വസന്തകാലവർഷവും അവിടുന്ന് നൽകുന്നു. വിളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതിയില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി.
നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവർ കെണിയൊരുക്കി മനുഷ്യരെ കുടുക്കിലാക്കുന്നു. കൂട്ടിൽ പക്ഷികളെന്ന പോലെ അവരുടെ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി. അവർ തടിച്ചു കൊഴുത്ത് അവരുടെ ദുഷ്ടതയ്ക്ക് അതിരില്ല. അവരുടെ വിധികൾ നീതിയുക്തമല്ല. അനാഥർക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല. ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല. ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ? കർത്താവ് ചോദിക്കുന്നു. ബീഭത്സവും സംഭ്രമജനകവുമായ ഒന്ന് നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ വ്യാജ പ്രവചനങ്ങൾ നടത്തുന്നു. അവരുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർ ഭരിക്കുന്നു. എൻ്റെ ജനത്തിന് അതിഷ്ടമാണ്. എന്നാൽ അവസാനം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? എസെക്കിയേൽ അധ്യായം 33. പ്രവാചകൻ കാവൽക്കാരൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, ഞാനൊരു ദേശത്തിൻ്റെ മേൽ വാളയക്കുകയും ആ ദേശത്തെ ജനം തങ്ങളിലൊരുവനെ കാവൽക്കാരനായി നിയമിക്കുകയും വാൾ വരുന്നത് അവൻ കാണുകയും കാഹളമോതി മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. കാഹളനാദം കേട്ടിട്ടും മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വാൾ വിച്ഛേദിച്ചു കളയും. അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ. അവൻ കാഹളനാദം കേട്ട് മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല. അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ. മുന്നറിയിപ്പ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവന് ജീവൻ രക്ഷിക്കാമായിരുന്നു. വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. അനുതപിച്ചാൽ ജീവിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് പറയുക, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട്. അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. ഞങ്ങൾക്കെങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ്. ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പിന്തിരിയുവിൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തൻ്റെ ദുഷ്ടത മൂലം നശിക്കുകയില്ല. നീതിമാൻ പാപം ചെയ്താൽ തൻ്റെ നീതി മൂലം ജീവിക്കാൻ അവന് സാധിക്കുകയില്ല. ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ നീതിനിഷ്ഠമായ പ്രവൃത്തിയും ഞാൻ ഓർക്കുകയില്ല. അവൻ തൻ്റെ ദുഷ്കൃത്യത്തിൽ തന്നെ മരിക്കും. എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും. അവൻ മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയില്ല. അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ തീർച്ചയായും ജീവിക്കും. എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിന്റെ ജനം പറയുന്നു. നീതിരഹിതമായത് അവരുടെ തന്നെ മാർഗമാണ്. നീതിമാൻ നീതിയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ മരിക്കും. ദുഷ്ടൻ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതി ന്യായവും പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ ജീവിക്കും.
എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ഓരോരുത്തരെയും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി ഞാൻ വിധിക്കും. നിങ്ങളുടെ പ്രവാസത്തിൻ്റെ 12-ാം വർഷം 10-ാം മാസം 5-ാം ദിവസം ജെറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരുവൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നഗരം നിബന്ധിച്ചിരിക്കുന്നു. രക്ഷപ്പെട്ടവൻ എൻ്റെ അടുക്കൽ വന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. രാവിലെ അവൻ എൻ്റെ അടുക്കൽ വന്നപ്പോഴേക്കും എൻ്റെ വായ് കർത്താവ് തുറന്നിരുന്നു. എനിക്ക് സംസാരിക്കാൻ ശക്തി ലഭിച്ചു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിലെ ഈ ശൂന്യസ്ഥലങ്ങളിൽ വസിക്കുന്നവർ പറയുന്നു, അബ്രാഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു. ഞങ്ങളോ അനവധി പേരാണ്. തീർച്ചയായും ദേശത്തിന് ഞങ്ങൾ അവകാശികളാണ്. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ മാംസം രക്തത്തോടുകൂടി ഭക്ഷിക്കുകയും വിഗ്രഹങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുകയും രക്തം ചിന്തുകയും ചെയ്യുന്നു. എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ? നിങ്ങൾ വാളിൽ ആശ്രയിക്കുകയും മ്ലേച്ഛത പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും അയൽക്കാരൻ്റെ ഭാര്യയെ മലിനപ്പെടുത്തുന്നു. എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ? അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ ശൂന്യ സ്ഥലങ്ങളിലുള്ളവർ വാളിനിരയാകും. തുറസായ വയലുകളിലുള്ളവരെ മൃഗങ്ങൾക്ക് വിഴുങ്ങാനായി ഞാൻ വിട്ടുകൊടുക്കും. കോട്ടകളിലും ഗുഹകളിലുള്ളവർ പകർച്ചവ്യാധികളാൽ മരിക്കും. ഞാൻ ദേശം ശൂന്യവും വിജനവുമാക്കും. അവളുടെ ശക്തിഗർവം അവസാനിക്കും. ആരും കടന്നു പോകാത്ത വിധം ഇസ്രായേലിൻ്റെ പർവ്വതങ്ങൾ വിജനമാകും. അവർ ചെയ്ത മ്ലേച്ഛതകൾ മൂലം ഞാൻ ദേശത്തെ വിജനവും ശൂന്യവുമാക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. മനുഷ്യപുത്ര, മതിലുകൾക്കരികിലും വീട്ടുവാതിൽക്കലും നിന്റെ ജനം നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ പരസ്പരം പറയുന്നു, വരൂ, കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം. അവർ കൂട്ടായി നിന്റെ അടുക്കൽ വരും. എൻ്റെ ജനമെന്ന പോലെ നിന്റെ മുൻപിലിരിക്കും. നിന്റെ വാക്കുകൾ അവൻ ശ്രവിക്കുകയും ചെയ്യും. പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല. കാരണം തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു. അവരുടെ ഹൃദയം സ്വാർത്ഥലാഭത്താൽ ഉറച്ചിരിക്കുന്നു. ഇമ്പമുള്ള സ്വരത്തിൽ പ്രേമഗാനം ആലപിക്കുകയും വിദഗ്ധമായി വീണ വായിക്കുകയും ചെയ്യുന്ന ഒരുവനെ പോലെയാണ് അവർക്കു നീ. കാരണം നിന്റെ വാക്കുകൾ അവർ കേൾക്കുന്നു, എന്നാൽ അവർ അത് അനുവർത്തിക്കുകയില്ല. എന്നാൽ അത് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. തങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു എന്ന് അവർ അറിയും. സുഭാഷിതങ്ങൾ അധ്യായം 14 21 മുതൽ 24 വരെ വാക്യങ്ങൾ. അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ്. പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും. തിന്മ നനയ്ക്കുന്നവൻ തെറ്റ് ചെയ്യുകയല്ലേ? നന്മയ്ക്ക് കളമൊരുക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കൂറും വിശ്വാസവും ലഭിക്കുന്നു. അധ്വാനമേതും ലാഭകരമാണ്. അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴിതെളിക്കുകയുള്ളൂ. ജ്ഞാനമാണ് വിവേകികളുടെ കിരീടം. ഭോഷത്വം ഭോഷന്മാർക്ക് പൂമാലയും.